നമസ്കാരം. ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറും ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ്. ശ്രീജിത്ത് IAS തമ്മിലുള്ള പൊട്ടലും ചീറ്റലുമൊക്കെ എല്ലാവർക്കും അറിയാം. മുഖ്യമന്ത്രി പിണറായി വിജയനും അത് നന്നായിട്ടറിയാം. പിണറായിക്ക് സത്യത്തിൽ ഇതൊരു തലവേദന ആകുകയും ചെയ്യുന്നുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത അസ്വാരസ്യം അതിസുരക്ഷാ നമ്പർ പ്ലേറ്റും കടന്ന് നീണ്ടു പോകുകയാണ്. ഗതാഗത വകുപ്പ് കെ.ബി. ഗണേഷ് കുമാർ ഏറ്റെടുത്തതോടുകൂടി KSRTC ജീവനക്കാർക്ക് ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ശീതസമരം കാരണം അതും തീർന്നിരിക്കുകയാണ്. പ്രശ്നപരിഹാരം കാണുന്നതിന് പകരം ഇരുവരും പരസ്പരം മുഖം തിരിച്ചു നിൽക്കാൻ തുടങ്ങിയതോടെ ജീവനക്കാർ പെട്ടു എന്ന് പറഞ്ഞാൽ മതി. ഇരുവരും തമ്മിലുള്ള ശീതസമരം കാരണം സ്ഥലം മാറ്റവും സ്ഥാനക്കയറ്റവും എല്ലാം പ്രതിസന്ധിയിലാണ്. ഉദ്യോഗസ്ഥരുടെ സ്ഥാനക്കയറ്റവും സ്ഥലം മാറ്റവും തടസ്സപ്പെട്ടിട്ട് 2 വർഷത്തിലേറെയായി. 4 RTOമാരുടെയും 14 ജോയിന്റ് RTOമാരുടെയും 74 അസിസ്റ്റന്റ് വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെയും തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. മേൽത്തട്ടിലെ തർക്കത്തിനിടയിൽ വകുപ്പ് തല അച്ചടക്ക നടപടികളും അട്ടിമറിക്കപ്പെട്ടു. നികുതി വകുപ്പിന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ എൻഫോഴ്സ്മെന്റ് RTOയെ സസ്പെൻഡ് ചെയ്തത് 2 മാസത്തിനു ശേഷമാണ്. ടെസ്റ്റിന് ഹാജരാകാത്തവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നൽകിയ 15 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും അതും തർക്കത്തിൽ കുടുങ്ങിയെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിന്റെ പേരിൽ ഇരുവർക്കുമിടയിൽ തുടങ്ങിയ തർക്കം വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന തരത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. മന്ത്രിയും കമ്മീഷണറും വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിച്ചതോടെ അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് പദ്ധതിയും അനിശ്ചിതത്വത്തിലായി. യന്ത്രങ്ങൾ വാങ്ങി സ്വന്തം നിലയ്ക്ക് നമ്പർ പ്ലേറ്റ് നിർമ്മിച്ചു നൽകാനായിരുന്നു ആദ്യ തീരുമാനം. ആന്റണി രാജു ഗതാഗത മന്ത്രിയായിരുന്നപ്പോഴാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. മോട്ടോർ വാഹന വകുപ്പിന്റെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവർ ട്രെയിനിങ് ആൻഡ് റിസർച്ചിനെ നോഡൽ ഏജൻസിയായി നിയോഗിക്കുകയും ചെയ്തു. യന്ത്രസാമഗ്രികൾ വിതരണം ചെയ്യാൻ സന്നദ്ധരായ കമ്പനികളിൽ നിന്ന് ടെൻഡർ വിളിച്ചു. ഇതിനിടെയാണ് ഇടതുമുന്നണിയിലെ ധാരണ പ്രകാരം ഗതാഗത മന്ത്രിയായി കെ.ബി. ഗണേഷ് കുമാർ സ്ഥാനമേറ്റത്. മുൻ മന്ത്രിയുടെ കാലത്തെ തീരുമാനങ്ങൾ പലതും മാറ്റിവെച്ച കൂട്ടത്തിൽ അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് പദ്ധതിയും നിർത്തിവെക്കാൻ ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടു. കേന്ദ്ര മാനദണ്ഡ പ്രകാരം കുറഞ്ഞ നിരക്കിൽ നമ്പർ പ്ലേറ്റുകൾ തയ്യാറാക്കുന്ന കമ്പനികൾക്ക് സംസ്ഥാനത്ത് പ്രവർത്തനാനുമതി നൽകുന്നതാണ് നല്ലതെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. എന്നാൽ രേഖാമൂലം നിർദ്ദേശം നൽകിയതുമില്ല. സർക്കാർ നിർദ്ദേശപ്രകാരം ആരംഭിച്ച നടപടികൾ മറ്റൊരു ഉത്തരവില്ലാതെ നിർത്തിവെക്കേണ്ടതില്ലെന്ന നിലപാട് ട്രാൻസ്പോർട്ട് കമ്മീഷണറും സ്വീകരിച്ചതോടെ ഉദ്യോഗസ്ഥർ വെട്ടിലായി. കേന്ദ്ര നിയമപ്രകാരം 2019 ഏപ്രിൽ മുതൽ പഴയ വാഹനങ്ങൾക്കും അതിസുരക്ഷാ നമ്പർ പ്ലേറ്റുകൾ നിർബന്ധമാണ്. 1.80 കോടി വാഹനങ്ങളുള്ള സംസ്ഥാനത്തെ നമ്പർ പ്ലേറ്റ് വിപണി ഉത്തരേന്ത്യൻ കമ്പനികൾ നോട്ടമിട്ടിട്ട് ഏറെക്കാലമായി. സംസ്ഥാനം പ്രിന്റിംഗ് യൂണിറ്റ് തുടങ്ങുന്നതിനെ ചില കമ്പനികൾ എതിർക്കുമ്പോൾ മറ്റു ചിലർ അനുകൂലിക്കുകയും ചെയ്യുന്നു. അനുകൂല തീരുമാനം എടുപ്പിക്കാൻ വമ്പൻ ഓഫറുകളുമായി കമ്പനികളുടെ ഇടനിലക്കാരും സജീവമാണ്. ധനവകുപ്പിന്റെ അനുമതി നേടാതെ തുടങ്ങിയ ഡ്രൈവിംഗ് ലൈസൻസ് RC അച്ചടിയും വീണ്ടും മുടങ്ങിയിട്ടുണ്ട്. 15 വർഷത്തെ പഴക്കത്തെ തുടർന്ന് പിൻവലിച്ച 64 വാഹനങ്ങൾക്ക് പകരം പുതിയവ വാങ്ങാനുള്ള നടപടിയും എങ്ങും എത്തിയിട്ടില്ല. ബജറ്റിൽ അനുവദിച്ച 26.78 കോടി രൂപ ചെലവഴിക്കാതെ വകുപ്പ് പാഴാക്കുകയും ചെയ്തു. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ടാണ് ഇരുവരും തമ്മിൽ അസ്വാരസ്യം ഉടലെടുത്തതും. നന്ദി.